സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ എല്ലാവർക്കും അറിയിക്കുന്നു. ദൈവം നിങ്ങളുടെ കൂടെ ഇരുന്ന് വഴി നടത്തും. നമ്മൾ ഇന്നലെ കിടന്നുറങ്ങി രാവിലെ എണീക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളായിരുന്നു. എത്ര പേര് ലോകം വിട്ടുപോയി കാണും, എത്ര പേര് കിടക്കുമേലായി കാണും, അത് നമുക്കറിയത്തില്ല. കർത്താവിനറിയാം. കർത്താവ് നമ്മളെ പരിപാലിച്ച് ജയത്തോടെ നടത്തട്ടെ. നമുക്ക് കൈക്കും കാലിനും ഒക്കെ ശക്തി തന്ന് ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാം വഴി നടത്തട്ടെ. ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നാം ഈ ശരീരത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ബലഹീനതകളുണ്ടെങ്കിൽ അത് മാറ്റി മാറ്റി തരുവാനായിട്ട് സർവശക്തനായ ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ മാറി ചാരി നമുക്ക് ഓരോരുത്തർക്കും യാത്ര ചെയ്യാം. അങ്ങനെ കൃപകളാൽ ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. സ്തോത്രം. എന്നെ തന്നെ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ്. സുവിശേഷങ്ങൾ 4 മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷ ഭാഗങ്ങളാണുള്ളത്. ഈ സുവിശേഷ ഭാഗങ്ങളിൽ മുഴുവൻ കർത്താവിനെ കുറിച്ചാണ് കൂടുതൽ നമുക്ക് ജനനം മുതൽ മരണം വരെ ഉള്ള കാര്യങ്ങളാണ്. കർത്താവിനെ കുറിച്ച് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെയും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം. യേശുവിനെക്കുറിച്ച് നിങ്ങൾ ആദ്യം അറിയണം. യേശു ആരാണ്, എന്താണ്, എവിടെയാണ്. ഇപ്പം അന്നേരം നിങ്ങൾ ഈ സുവിശേഷ ഭാഗങ്ങൾ ആദ്യം വായിച്ച് മനസ്സിലാക്കിക്കേ. അത് നിങ്ങൾക്ക് ഓരോ ഏജിൽ പറ്റുന്ന രീതി വായിച്ച് നിങ്ങൾ അത് മനസ്സിലാക്കണം. മുഴുവൻ ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വേദഭാഗങ്ങൾ എല്ലാം നമുക്ക് പ്രയോജനപ്പെട്ടതാണ്. അതൊന്നുപോലും നമുക്ക് മാറ്റിക്കളയാൻ പറ്റത്തില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ ആദ്യം യേശു ആരാണ് നമ്മളറിയണം. അപ്പം നമ്മളിപ്പോൾ ഒരു വീട്ടിൽ അപ്പനാരാണ്, അമ്മയാരാണ്, മക്കളാരാണ്. അപ്പോൾ അപ്പനും അമ്മയും മക്കളും ആ കുടുംബം കുഞ്ഞുങ്ങളും കൂടെ വരുമ്പോഴല്ലേ ഒരു കുടുംബം ആയിത്തീരുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം നമ്മുടെ അപ്പനെക്കുറിച്ച് മനസ്സിലാക്കണം. ഈ ലോകത്തിലെ മാതാപിതാക്കൾ ആരെന്ന് നമുക്കറിയാം. കാരണം സർവശക്തനായ ദൈവം എല്ലാവരുടെയും പിതാവാണ്. നമ്മുടെ പിതാവ് ആരാണ്, എന്താണെന്നുള്ളത് നമ്മൾ കുഞ്ഞിലേ മുതൽ നമ്മളത് മനസ്സിലാക്കണം. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം ആണ്. യോഹന്നാൻ സ്നാപകൻ യേശുവിന് വഴിയൊരുക്കുന്നു. അത് അതിൻ്റെ ഇൻട്രഡക്ഷനാണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നത്. ഇപ്പം നമ്മളോരോ കാര്യം ചെയ്യുമ്പോൾ ദൂതന്മാരെ അതിന് മുമ്പായി കർത്താപ്പച്ചന് ഒരുക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ വഴി ഒരുക്കുകയും അവൻ്റെ പാത നിരപ്പാക്കുവാൻ എന്ന് മരുഭൂമിയെ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഉണ്ടാകും. യോഹന്നാൻ വന്ന് മരുഭൂമി സ്നാനം കഴിപ്പിക്കുകയും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. യോഹന്നാൻ സ്നാപകൻ. എന്നാൽ അവൻ്റെ അടുക്കൽ യഹൂദദേശമൊക്കെയും യെരൂശലേമിൽ എല്ലാവരും വന്ന് പാപം ഏറ്റുപറഞ്ഞു യോർദാൻ നദിയിൽ അവനാൽ സ്നാനം ഇട്ടു. അപ്പോൾ യോഹന്നാൻ്റെ വേഷം ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു ഭക്ഷിച്ചിരുന്നത്. അവൻ പ്രസംഗിച്ചു പറഞ്ഞത്, എന്നേക്കാൾ ബലവാനായ ഒരുവൻ എൻ്റെ പിന്നാലെ വരുന്നു. ഉണ്ടോ? അവനൊരു ദർശനം പോലെ പറയുന്ന, അവൻ്റെ ചെരുപ്പിൻ്റെ വാർ അഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല, കുനിഞ്ഞു കഴിക്കുവാൻ യോഗ്യനല്ലെന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കുന്നു. അപ്പം ഞാൻ നിങ്ങളെ വെള്ളത്താലാണ് സ്നാനം കഴിപ്പിക്കുന്നത് യോഹന്നാൻ പറയാം. അപ്പം അവനോ നിങ്ങളെ, എനിക്ക് പിന്നാലെ വരുന്നത് നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കും. അതാ പറയുന്നത്. ഇനി യേശുവിൻ്റെ സ്നാനവും പരീക്ഷയും. ആ കാലത്ത് യേശു ഗലീലയിലെ നസ്രയത്തിൽ നിന്ന് വന്ന യോഹന്നാനാൽ യോർദാനിൽ സ്നാനം വെച്ചു. കണ്ടോ? അപ്പം അപ്പോൾ യേശു സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ യോർദാൻ നദിയിൽ യോഹന്നാൻ്റെ കൈകളിൽ സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സംഭവിച്ച കാര്യങ്ങളാണ്. വെള്ളത്തിൽ നിന്ന് കയറി ഉടനെ ആകാശം പിളരുന്നു, ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, കണ്ടോ, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. കണ്ടോ? അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. അവിടെ അവൻ 40 ദിവസം സാധാരണ പരീക്ഷിക്കപ്പെട്ട് വന്യമൃഗങ്ങളോടുകൂടിയായിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. അവൻ്റെ ചുറ്റും ആരുണ്ടായിരുന്നു? ദൂതന്മാരുണ്ടായിരുന്നു. യേശു ഗലീലയിൽ ശുശ്രൂഷ ആരംഭിക്കുന്നു. അപ്പോൾ ശുശ്രൂഷ ആരംഭിക്കുന്നത് യേശുവിൻ്റെ ശുശ്രൂഷ സ്നാനത്തിന് ശേഷം കേട്ടോ. യോഹന്നാൻ്റെ കൈക്കടി സ്നാനത്തിന് ശേഷമാണ് യേശു ഗലീലയിൽ ശുശ്രൂഷ ആരംഭിക്കുന്നത്. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ
സുവിശേഷം അറിയിച്ചു. കാലം തികഞ്ഞു, കണ്ടോ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞു. യേശു 4 മീൻപിടുത്തക്കാർ ശിഷ്യരാക്കുവാൻ വിളിക്കുന്നു. യേശുവിൻ്റെ 12 ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്തു. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ഷീമോനും അവൻ്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്നത് കണ്ട് അവർ മീൻപിടുത്തക്കാരായിരുന്നു. യേശു അവരോട് പറയുക, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. കേട്ടോ, മീൻ പിടിക്കാൻ വന്നവരോട് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഉടനെ അവർ വല ഉപേക്ഷിച്ചിട്ട് അവനെ അങ്ങ് അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവൻ്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവൻ അവരെയും വിളിച്ചു. അവർ പിതാവായ സെബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ടിട്ട് അവനെ അനുഗമിച്ചു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. കർത്താവ് നമ്മളെ കരുതും, കർത്താവ് നമ്മളെ സ്നേഹിക്കും, കർത്താവിൻ്റെ കൃപയും ദയയും കരുണയും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. എല്ലാ കുഞ്ഞുങ്ങളും ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ദൈവസന്നിധി കടന്നു പോകണം. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ കർത്താപ്പച്ചൻ നിങ്ങളുടെ കൂടെ ഇരുന്ന വഴി നടത്തും. ജനനം മുതൽ മരണം വരെയും നമ്മളെ താങ്ങുന്നത് നമ്മുടെ കർത്താപ്പച്ചനാണ്. കർത്താവിൻ്റെ ഹിതം നമ്മളിൽ നിറവേറും. നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് മുമ്പോട്ട് യാത്ര ചെയ്യുക. അപ്പം നമുക്ക് ഒരു എന്താ പറയുക, നമ്മുടെ ഈ മനസ്സിനൊരു സന്തോഷം ലഭിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു സമാധാനം നമുക്ക് ആവശ്യമാണ്. ഈ സമാധാനത്താൽ നിറയ്ക്കാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് അത് സാധിക്കും. ബൈബിളിൽ നമ്മൾ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലേ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കും. അപ്പം യഹോവ നിർഭയം വസിക്കുമാറാക്കുന്നതുകൊണ്ടാണ് നമുക്ക് സമാധാനത്തോടുകൂടി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ക്ഷീണമാണ്. മനുഷ്യ ശരീരമാണ്. ഉറങ്ങണം, നല്ല ആഹാരം കഴിക്കണം, ഭൗതികമായ രീതിയിൽ നല്ല രീതിയിലായിരിക്കണം. നല്ല ആഹാരമൊക്കെ കഴിച്ച്, നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, നല്ല പാർപ്പിടമൊക്കെ, അത് വലിയൊരു സന്തോഷമാണ്. ദൈവം തന്നാൽ തീർച്ചയായിട്ടും അതിൽ നമുക്ക് താമസിക്കാൻ പറ്റും. അത് ദൈവം തരണം. നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു. നിങ്ങൾക്ക് നല്ല കുടുംബജീവിതം വേണം, നിങ്ങൾക്ക് പാർപ്പിടം വേണം, നിങ്ങൾക്ക് വാഹനം വേണം, നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ, നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നിങ്ങൾ സ്വർഗത്തിലെ അപ്പച്ചനോട് പറയാൻ സാധിക്കും. പക്ഷേ അത് 1 പ്രാർത്ഥിച്ച് 2 പ്രാർത്ഥിച്ച് മടുക്കരുത്. പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. ദൈവത്തിന് തരാനുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും തരും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ചെയ്യണം. നിങ്ങൾ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്നിട്ട് പിന്നെ നിങ്ങളുടെ ജീവിതയാത്രയിൽ ആത്മീയമായ കാര്യങ്ങൾ താല്പര്യം നിങ്ങൾ കൊടുക്കണം. ഭൗതികമായ കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ നിങ്ങൾക്ക് ലഭിച്ചോളും. ആദ്യമേ ഇതൊന്നും കിട്ടണമെന്നില്ല. പക്ഷേ നമ്മൾ ഒരു ദൈവ പൈതൽ സന്തോഷത്തോടുകൂടെ മുമ്പോട്ട് യാത്ര ചെയ്യണം. എന്താ നിങ്ങൾക്ക് ദൈവം തരേണ്ടുന്നത്? അത് തീർച്ചയായിട്ടും തരും. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് ജീവിക്കുക. ഈ ചേച്ചിയെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ, അതായത് സ്നേഹം, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ നല്ല രീതിയിൽ വളർത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും വളരെ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. അത് പ്രകാരം കുഞ്ഞുങ്ങളും മാതാപിതാക്കളെ സ്നേഹിക്കുകയും കരുതുകയും നിങ്ങളുടെ ജീവിതയാത്രയിൽ സന്തോഷമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോയിക്ക് ദൈവത്തിൻ്റെ കൃപകളാൽ ദൈവം തമ്പുരാൻ നമ്മളെ നിറയ്ക്കുന്നതായിരിക്കും. എന്നെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കും, ജയത്തോടെ നടത്തും. ഗോഡ് ബ്ലെസ് യു.